സിനിമയ്ക്ക് മുന്നേ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഐമാക്സ് ക്വാളിറ്റി, 70mm ഫിലിം, അങ്ങനെ കുറേ ചർച്ചകളാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് കണ്ട് തീർന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് സിനിമാറ്റിക് ടെക്നിക്സോ അല്ലെങ്കിൽ ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്നുമല്ല, മറിച്ച് അതിലൊരു നെറേറ്റീവ് ഉണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ട്രോജൻ ഹോഴ്സിൻ്റെ കഥ ഒട്ടുമിക്ക ആൾക്കാർ പറയാവുന്നതാണ്. അതായത് ഇപ്പോൾ അറിയാത്തവർക്കായിട്ട് പറയാം. അതായത് പണ്ട് ട്രോജൻ യുദ്ധം നടക്കുന്ന സമയം, ഇപ്പം ഗ്രീക്കുകാർക്ക് ട്രോയ് നഗരത്തിലോട്ട് കയറാൻ പറ്റുന്നില്ല. അപ്പം അവരെന്താ ചെയ്യുന്നത്? അവർക്ക് മനസ്സിലായി അവരുടെ ആർമിയുടെ ഒരു ശക്തി വെച്ച് മാത്രം കയറാൻ പറ്റില്ല. നേരെ അവർ വലിയൊരു മരക്കുതിര നിർമ്മിക്കുകയാണ്. എന്നിട്ട് അവരുടെ ഏറ്റവും നല്ല പോരാളികൾ അതിനകത്ത് ഒളിച്ചിരിക്കുന്നു. എന്നിട്ട് ബാക്കി സൈനികർ കപ്പലിൽ കയറി തിരിച്ച് തോറ്റു മടങ്ങുന്നതായിട്ട് കാണിക്കുന്നു. അപ്പം ആ നഗരത്തിൽ നിന്ന് വരുന്നവരെന്താ വിചാരിക്കുന്നത്? ഓക്കെ, അവർ തോറ്റ് പിന്മാറി. എന്നിട്ട് അവരുടെ ഒരു വിജയ സൂചികയായിട്ട് അവരാ ആ വലിയ മരക്കുതിര തിരിച്ച് അവരുടെ നാട്ടിലോട്ട് കൊണ്ടുവരുവാണ്. അവരത് കൊണ്ടുവന്ന് അവരുടെ നഗരത്തിൽ വെച്ചിട്ട് അവർ പോയി. അന്ന് രാത്രിയാണ്. എന്നിട്ട് അതിനകത്ത് ഒളിച്ചിരിക്കുന്നവർ പുറത്തിറങ്ങുകയും അവിടെയുള്ള ആളുകൾ മൊത്തം വകവരുത്തിയിട്ടാണ് അവരെ യുദ്ധം ചെയ്യിക്കുന്നത്. ഈ കഥ നമ്മൾ പണ്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു തരം യുദ്ധതന്ത്രമായിട്ടാണ്. അതായത് ശക്തിയിലല്ല, നമ്മുടെ ബുദ്ധിയിലാണ് കാര്യം എന്നാണ് ഈ കഥ വെച്ച് പലരും ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു പടം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു POV മുഴുവൻ മാറും. അതായത് ഒരു തരത്തിലൊരു ആ യുദ്ധത്തിന് ശരിക്കും നീതിയില്ല, പക്ഷേ ചില യുദ്ധ നിയമങ്ങളുണ്ടല്ലോ, അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ശരിക്കും അവരത് ചെയ്യുന്നത്. ഒരു തരത്തിലൊരു ചതിയാണ്. പിന്നെ അതിനും അപ്പുറം എങ്ങനെ അത് അവിടുത്തെ ആൾക്കാരെ ബാധിക്കുന്നു എന്ന് ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു തരത്തിലല്ല, മൊത്തത്തിൽ ഇതൊരു ആൻറ്റി വാർ ഫിലിമാണ്. നോളൻ്റെ അവസാനം 2 പടമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം ഈ പടത്തിന് അതിൻ്റേതായ വ്യത്യാസമുണ്ട്. ഇപ്പം ടെനറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടൈം മെക്കാനിക്സ് കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ആ പടത്തിലൊരു ഇമോഷണൽ ഡിസ്റ്റൻസും ഉണ്ടായി. അതിനെപ്പറ്റി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അധികം ചർച്ചകൾ നടന്നിട്ടില്ല. ഇപ്പോൾ ഓപ്പൺഹൈമറിൻ്റെ കാര്യമാണെങ്കിൽ അത് ഓസ്കാറിലൊക്കെ ഇഷ്ടം പോലെ പുരസ്കാരങ്ങൾ നേടി. പക്ഷെ അത് വേറെ തരത്തിലുള്ള പടമാണ്. കുറച്ചുകൂടെ ഡയലോഗ് ഡ്രിവൺ, പൊളിറ്റിക്കൽ, പിന്നെ കുറച്ച് ഹിസ്റ്ററി പറയുന്നൊരു പടം. അതിൽ കൂടുതലും ഒരു ക്യാരക്ടറിൻ്റെ സൈക്കോളജിയാണ്, അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് പടത്തിൽ നടക്കുന്നത്. പക്ഷെ ഒഡീസിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ സിനിമാറ്റിക്കാണ്. ഇപ്പം നോളൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഈ പടം IMAX+ തന്നെ കാണണം, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മളതൊരു സാധാ തിയേറ്ററിൽ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും കുറച്ച് വലിയ സ്കെയിലുള്ള പടമാണ്. ഇപ്പം അവരാ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമുണ്ട്. അതുപോലെ തന്നെ രസമുള്ള വേറൊരു കാര്യമാണ് ഈ കടലിൽ കൂടെ പോണ കുറേ സീൻസ് ഉണ്ട്. അത് ഭയങ്കര രസമായിട്ടാണ് ഈ പടത്തിൽ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ പ്രിൻറ്റിനെ പറ്റി പലയിടത്തും ചർച്ച നടക്കുന്നുണ്ട്. അതായത് അതിൻ്റെ ക്വാളിറ്റി. അതായത് ഇന്ത്യയിലെ തിയേറ്റേഴ്സിൽ ഈ പടം ഷൂട്ട് ചെയ്ത ആസ്പെക്ട് റേഷ്യോയിൽ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട്. അത് ശരിക്കും ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ ബാധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കതിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ പറ്റി കൂടുതലായിട്ട് അറിയില്ല. ഞാൻ കണ്ടതൊരു സാധാ തിയേറ്ററിലാണ്. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ഇപ്പോൾ വിഷ്വലിലായാലും സൗണ്ടിലായാലും അങ്ങനെ എവിടെയും മുറിച്ചെടുത്ത് വെച്ച ഫീൽ. ഇപ്പം ചില ട്രോൾസിലൊക്കെ കണ്ടിങ്ങനെ ആസ്പെക്ട് റേഷ്യോ മാറും. എനിക്ക് അങ്ങനെ വലിയ മോശം പറയാനായിട്ടൊന്നും തോന്നിയില്ല. കണ്ടത് എന്തായാലും കൊള്ളാം. ഈ പടം 3 മണിക്കൂർ ലെങ്ത് ഉണ്ടെങ്കിലും ആ ഒരു നീളം തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ സെക്കൻഡ് ഹാഫൊക്കെ പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. കാര്യം അത്യാവശ്യം പാക്ഡാണ് സിനിമ. ഇപ്പോൾ കുറേ ഓർത്ത് വെക്കാനുള്ള സീൻസ് ഉണ്ട്. മൊത്തത്തിൽ നല്ലൊരു ട്രീറ്റാണ്. അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുള്ളവർ ഈ ബാക്കി ചർച്ചകൾ നടക്കുന്നതിൻ്റെ പേരിൽ കാണാണ്ടിരിക്കേണ്ട, കണ്ടു നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.